നമുക്കിന്ന് ഉച്ചക്കത്തെ ഊണിനുള്ള കറികളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇന്ന് വലിയ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നേ. നല്ല മുട്ടയൊക്കെ ഉള്ള മത്തിയാണ്. അപ്പോൾ അതിൽ ചുമന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, പിന്നെ 2 വലിയ തക്കാളി, ഒരു മുരിങ്ങക്കോല്, ഇതെല്ലാം കൂടി ഇട്ടാണ് ഇന്ന് നമ്മൾ പൊള്ളിക്കാൻ പോകുന്നത്. സാധാരണ ഞങ്ങൾ വീട്ടിൽ ഉള്ളി തക്കാളിയൊക്കെ ഇട്ടാണ് പൊള്ളിക്കുന്നത്. അപ്പോൾ ഇന്ന് ചേട്ടൻ പറഞ്ഞൊരു വെറൈറ്റിക്ക് നമുക്കിന്ന് മുരിങ്ങക്കോല് കൂടിയിട്ട് കറി വയ്ക്കാമെന്ന്. അരച്ച കറിയല്ല, മുളകിട്ട് പൊള്ളിക്കുന്ന പോലെ. അപ്പോൾ നമ്മൾ ആദ്യം ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, വേപ്പില എല്ലാം കൂടി ഇട്ടു. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇതിത്രയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഞെരടിയെടുക്കണം. നമ്മൾ ശരിക്കും അത് ഞെരടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകുമ്പോൾ ആ ഉള്ളിയിലെ നീരൊക്കെ ഇറങ്ങി ആ കറിക്ക് നല്ല ടേസ്റ്റ് ഫ്ലേവർ വരും. അപ്പം ഇന്ന് ഞാനപ്പോൾ പറഞ്ഞു, ചേട്ടൻ വല്ലപ്പോഴൊക്കെ ചെയ്തു തരാറുള്ളൂ, എന്നാലും ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് കറിക്കൊക്കെ. അപ്പോൾ എന്നാൽ ഇന്ന് ചേട്ടനെ കൊണ്ട് തന്നെ ഉണ്ടാക്കിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാറി നിന്നു. ആളവിടെ നിന്ന് അത് റെഡിയാക്കുവാണ്. അപ്പോൾ ഇത് നമ്മൾ നോർമലി വെക്കുന്ന പോലെ തന്നെയാണ്, എന്നാലും മുരിങ്ങക്കോലിട്ടാണ് വെച്ചതെന്നുള്ളൊരു വെറൈറ്റി. നമ്മുടെ നാട്ടിലങ്ങനെ മുരിങ്ങക്കോലിട്ട് മീൻകറി വെച്ച് ഞാൻ കാണാറില്ല. പക്ഷേ തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ RJ അഞ്ജലിയുടെയൊക്കെ വീഡിയോയിൽ മുരിങ്ങക്കോലൊക്കെ ഇട്ട് ചൂരക്കറിയൊക്കെ വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്കിന്ന് സ്പെഷ്യലായിട്ട് അതിൻ്റെ കൂടെ നല്ല കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. പിന്നെന്താണ്, നമ്മുടെ കക്കയിറച്ചി, വലിയ കക്കയായിരുന്നു. അത് ഇച്ചിരി പണിയായിരുന്നു, ഞെക്കി അതിനുള്ള വേസ്റ്റൊക്കെ കളയാനായിട്ട്. അപ്പോൾ ആ ജോലി ഞാൻ മോളെ ഏൽപ്പിച്ചു. വെക്കേഷനല്ലേ, ഇടയ്ക്കൊക്കെ വല്ല പണിയൊക്കെ ചെയ്യിക്കുന്നതിനെ കൊണ്ട് തെറ്റില്ലെന്ന് കരുതുന്നു. പിന്നെ നമുക്കും പണി കൂടുതലുള്ളപ്പോൾ അതൊക്കെ ഒരു സഹായമല്ലേ അല്ലേ. നിങ്ങളും നിങ്ങളുടെ മക്കളെ കൊണ്ടൊക്കെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യിക്കുന്നവരാണോ? ആണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിൽ ആവശ്യത്തിനേക്കുള്ള വെള്ളം ഒഴിച്ച് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് വെച്ച് അടപ്പിലേക്ക് വെച്ചു. എൻ്റെ ചട്ടിയുടെ സൈഡിൽ കണ്ടോ, ഞാൻ മധുരക്കിഴങ്ങ് വെച്ച് കിളിപ്പിച്ചെടുത്തതാണ്. അത് ഇങ്ങനെ പടന്ന് നന്നായിട്ട്, ഇനിയിപ്പോൾ അതെടുത്ത് പുറത്തേക്ക് വെക്കേണ്ട ടൈമായി. ഇപ്പോൾ ആ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ്. നല്ല മുട്ടയൊക്കെയുള്ള വലിയ മത്തിയായിരുന്നു. ഇപ്പോൾ കുറച്ചായി ഇത് വാങ്ങിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ കഴിക്കാമെന്ന് തോന്നി. അങ്ങനെ അത് വെച്ചു. അത് മീൻ ഇപ്പം നന്നായിട്ട് എല്ലാം കൂടെ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കോവയ്ക്ക മെഴുക്ക് പുരട്ടി. പിന്നെ കക്കയിറച്ചി വറ്റിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ.